ധന്യ, അമ്മ കുടുംബസംഗമ വേദിയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സുരേഷ് ഗോപി എത്തി. സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇപ്പം വൈറലാവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് രാജിവെച്ചൊഴിഞ്ഞ എല്ലാ ഭാരവാഹികളും തിരിച്ചു വന്ന് അവരുടെ സ്ഥാനം ഏറ്റെടുക്കണം, അമ്മയെ മുമ്പോട്ട് നയിക്കണമെന്നാണ്. എങ്ങനെയാണ് ഇതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത്? തീർച്ചയായിട്ടും അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന ഇന്നോ ഇന്നലെയോ പൊട്ടിമുളച്ച് വന്നതല്ല. അത് 1994 എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി പറഞ്ഞതനുസരിച്ച് മരണപ്പെട്ടു പോയ മുരളിയാണ് ആ പേര് നൽകിയത് അമ്മ എന്ന സംഘടന. എ കുത്ത് എം കുത്ത് എ അങ്ങനെ വിളിക്കണ്ട എന്ന് സുരേഷ് ഗോപി ആജ്ഞ പോലെയാണ് പറഞ്ഞത്. അതൊരു അപേക്ഷ പോലെയല്ല, ആജ്ഞ പോലെയാണ് പറഞ്ഞത്. വെളിയിലിരിക്കുന്ന മുതലാളിമാർ ഇതിൽ കൈ കടത്തേണ്ട, അമ്മ അമ്മയായി തന്നെ നിലനിൽക്കും. സത്യത്തിൽ എല്ലാ സംഘടനകൾക്കും ഗൗതം കുറവുകളും കൂടുതലുകളും ഒക്കെ ഉണ്ട്. എല്ലാവരും 100% നമ്മളെപ്പോഴും പറയുന്നത് പോലെ പെർഫെക്റ്റ് അല്ല. ആർക്കും ആരെയും തെറിവിളിക്കാനോ ചീത്ത പറയാനോ തിരുത്താനോ ഒന്നും ഒരു യോഗ്യതയുമില്ല. കാരണം നമ്മളൊക്കെ തെറ്റും കുറവുകളും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഈ സംഘടന വഴി എത്ര പേരുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്, എത്ര പേർക്ക് സാമ്പത്തികമായി മുന്നേറ്റമുണ്ട്, എത്ര പേർക്ക് കിടക്കാൻ ഒരു കിടപ്പാടം കിട്ടിയിട്ടുണ്ട്, എത്ര പേരുടെ ജീവിതം മെച്ചപ്പെട്ട രീതിയിൽ ഒരു സങ്കടം വന്ന് പറയാൻ ഈ സംഘടനയെ മലയാള സിനിമയ്ക്കുള്ളൂ എന്നുള്ളത് സുരേഷ് ഗോപി അടക്കമുള്ളവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് മോഹൻലാൽ ഉൾപ്പെടെയുള്ള സംഘടനയുടെ തലപ്പത്തിരുന്നവരെ വലിച്ചു താഴെ ഇട്ടെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് ചിരിക്കുന്നവരോട് ഒരു ചോദ്യം: ഇവർക്കാർക്കെങ്കിലും ആ സംഘടനയിലുള്ള ഒരാൾക്കെങ്കിലും വീട് വെച്ച് കൊടുക്കാനോ കൈനീട്ടം എന്ന് പറഞ്ഞുകൊണ്ട് മാസം പെൻഷൻ നൽകാനോ, അവർ ഒരാവശ്യം വന്ന് പറയുമ്പോൾ അവരെ സഹായിക്കാനോ, ഒരു രോഗം വന്ന് ചികിത്സയിൽ കഴിയുന്നവർക്ക് ചികിത്സാ സഹായം നൽകാനോ ഒക്കെ കഴിയുമോ? ഈ ഒരു ചോദ്യം ഇവരോട് തന്നെ ചോദിക്കേണ്ടതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ രാജി എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് മോഹൻലാൽ അടക്കമുള്ള നേതൃസ്ഥാനത്തിരുന്ന പല ആളുകളും ഭാരവാഹികൾ ഉൾപ്പെടെ രാജിവെച്ചത്. ഇത് യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു രക്ഷപ്പെടലായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ നടിമാരുടെയും ബാക്കിയുള്ള ആളുകളുടെയൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അത് കൃത്യമായി പഠിച്ചുകൊണ്ട് ഒരു നിർദ്ദേശം മുമ്പോട്ട് വെക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇവർ ചെയ്യേണ്ടിരുന്നത്. അതിന് പകരമായിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു കൈയൊഴിയൽ അല്ലെങ്കിൽ ഒരു രക്ഷപ്പെടലാണ് ഇവർ നടത്തിയിരിക്കുന്നതിനുള്ള വിമർശനങ്ങൾ നേരത്തെയും വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ഇവിടെ പറയുന്നതും അതുതന്നെയല്ലേ? സുരേഷ് ഗോപി പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ള എന്തൊക്കെയാണ് മാറേണ്ടത്, ആ കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് പുതിയൊരു ബൈലോ ആണ് വരേണ്ടത്, അതല്ലാതെ രാജിയല്ല ഒരു പരിഹാരമെന്ന് നേരത്തെയും സുരേഷ് ഗോപി പറഞ്ഞതാണ്. ഇപ്പോഴും അദ്ദേഹം അത് വ്യക്തമാക്കുന്നുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അന്നുണ്ടായ വിമർശനം മോഹൻലാൽ വാ തുറക്കുന്നില്ല, അമ്മയുടെ പ്രസിഡന്റ് മൗനത്തിൽ, അമ്മയുടെ പ്രസിഡന്റ് മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല എന്നൊക്കെയാണ്. എന്താണ് മോഹൻലാൽ പറയേണ്ടത്? മോഹൻലാലിനോട് ചോദിച്ചിട്ടാണോ ഈ സ്ത്രീകളെയൊക്കെ കയറി പിടിക്കാൻ ഈ പറഞ്ഞ ആരോപണ വിധേയരായവർ പോയത്? മോഹൻലാലിനോട് ചോദിച്ചിട്ടാണോ ഇവരൊക്കെ ഈ നിന്നുകൊടുത്തത് കയറി പിടിക്കാനായി? പിന്നീട് പരാതി പറയാതെ പിന്നീട് ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത് പുറത്തു പറയുന്നതിന്റെ പിന്നിൽ എന്താ മോഹൻലാലാണോ? അല്ല, ഒരിക്കലുമല്ല. മോഹൻലാൽ എന്നല്ല, അതിന്റെ സംഘടനയിലുള്ള ഒരാളുമല്ല. ഇതിലെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ പുരുഷാധിപത്യമാണ് അമ്മ സംഘടന എന്നാണ് കുറെ പെണ്ണുങ്ങൾ, അതായത് കുറെ ഫെമിനിസ്റ്റുകളായ കുറെ പെണ്ണുങ്ങൾ ഈ വട്ടപ്പൊട്ടും ഉരുണ്ട കമ്മലും തലമുടി ഇങ്ങനെ കുഴലൂത്ത് പോലെ ഇങ്ങനെ ചരിച്ചു വച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര താത്വികമായി ഇപ്പം ആഹാരം കഴിച്ചോ എന്ന് ചോദിച്ചാൽ പോലും താത്വികമായി അതിനെ അവലോകിക്കുകയാണെങ്കിൽ എൻ്റെ വയറ് അതിന് തയ്യാറെടുക്കുന്നില്ല, ഞാൻ ആഹാരം കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ മതി. ഇതിന് പറയുന്ന വാക്കുകളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ എന്തോ വലിയ സംഭവമാണ്. അല്ല, മലയാള സിനിമയെ വളർത്തിയ കുറെ ആളുകളുണ്ട്. അത് മധുസാറ്, നസീർ സാറ്, സത്യൻ, ജയൻ, അങ്ങനെ തുടങ്ങി അല്ലെങ്കിൽ അതിന് മുന്നോട്ടുള്ള കാലഘട്ടത്തിലുള്ളവർ ഉൾപ്പെടെ മലയാള സിനിമയെ വളർത്തിക്കൊണ്ട് വന്ന കുറെ പേരുണ്ട്. മോഹൻലാലിനെയും മമ്മൂട്ടിയെ സുരേഷ് ഗോപിയെയും ജയറാമിനെയും ദിലീപിനെയും ഒക്കെ തിരിച്ചറിയുന്നത് പോലെ ഈ പറയുന്ന ഫെമിനിസ്റ്റുകളായ നടികളെ തിരിച്ചറിയണമെന്നില്ല. അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ എന്തിനേറെ പറയുന്നു, ഉർവശിയെ കവച്ചു വയ്ക്കാൻ ഇവിടെ ഏത് നടിയാണുള്ളത്? ഉർവശി എന്ന് പറയുന്ന ഒരു നടി ചെയ്ത കഥാപാത്രം, ആ കഥാപാത്രം ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും കഴിവുള്ള ഒരു നടി ഒരു ഇൻഡസ്ട്രിയിലും ഉണ്ടെന്ന് ഞാൻ പറയില്ല. ഇവിടെ ഉർവശിയുടെ കൂടെ എന്താണ്
ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിൽ പാർവതി അടക്കം അഭിനയിച്ചതാണ്. വലിയ രീതിയിലുള്ള അംഗീകാരങ്ങളൊക്കെ അവർക്ക് ഇരുവർക്കും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് ലഭിച്ചതാണ്. അതുകൊണ്ട് ഉർവശിയുടെ കഴിവിനെ ഒന്നും ആരും ഇവിടെ അധിക്ഷേപിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രധാന നേരത്തെ തന്നെ എന്തുകൊണ്ട് മോഹൻലാലിനും മറ്റു ഭാരവാഹികൾക്കൊക്കെ ഈ രാജിവെച്ച് ഒഴിയേണ്ടി വരുന്നു? അത് അവരുടെ പരാജയം തന്നെ അവര് തന്നെ വ്യക്തമാക്കുകയായിരുന്നില്ലേ? അല്ല, ഗൗതമി ഞാൻ പറഞ്ഞു വരുന്നത് ഈ പണ്ട് ഈ നടിമാരൊക്കെ ഉണ്ടായിരുന്നു, ഈ ഡ്രസ്സ് മാറാനൊരു സ്ഥലമില്ല. പലപ്പോഴും പല നടിമാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ മരത്തിന്റെ മുകളിൽ നിന്ന് വരെ ഒളിഞ്ഞു നോക്കുന്നവരുണ്ട്, ഒരു മറ കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്നാണെന്ന് പറയുന്നു. ഇതിനിടയിൽ പാർവതി ഒരു വേദിയിൽ എന്താണ് വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണെന്ന് തോന്നുന്നു, ആ വേദിയിൽ ഇരുന്നുകൊണ്ട് പാർവതി പറഞ്ഞത്, കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നമ്മുടെ സിനിമാ സെറ്റുകളിൽ ബാത്റൂമുകൾ വേണം എന്നൊരു ആവശ്യം ഞാൻ ഉന്നയിച്ചതിന് പിന്നാലെ എന്നെ ആളുകൾ ബാത്റൂം പാർവതി എന്ന് വിളിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. സങ്കടപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തിനു സങ്കടപ്പെടുന്നത്? കാരവാനിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് ഒരു സമയം മൂത്രമൊഴിക്കാൻ ഒരു അവസരം നൽകാത്ത ഇവരൊക്കെ എന്തിനാണ് സങ്കടപ്പെടുന്നത്? സത്യം വിളിച്ചു പറയുമ്പോൾ അങ്ങനെ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് പണമുണ്ടല്ലോ, ആ സെറ്റിൽ ഒരു ബാത്റൂം നിങ്ങൾ ശരിയാക്കി കൊടുക്കണം. ആ സംവിധായകന് കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അല്ല, അങ്ങനെയല്ല. ഒരു സ്ത്രീ, ഇപ്പൊ ഞാൻ സ്ത്രീകൾക്കെതിരായിട്ടല്ല സംസാരിക്കുന്നത്, ബാത്റൂം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന സൗകര്യമാണ്. ഈ പറയുന്ന പല നടിമാരും ഇവരുടെ കാരവാനുകൾ എന്തുകൊണ്ട് സഹ നടിമാർക്ക് തുറന്നു കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് ഇവർ അത് ചെയ്യുന്നില്ല? പല പുരുഷന്മാരും നിങ്ങൾ കയറി മൂത്രം ഒഴിച്ചോ, നിങ്ങൾ ടോയ്ലറ്റിൽ പൊക്കോ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇവിടുത്തെ പല നടിമാരും എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? പറയാൻ എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണ്, അത് ചെയ്യാനാണ് പാട്. ഇവിടെ പാർവതി തിരുവോത്ത് ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ ഈ ന്യൂജൻ എന്ന് പറയുന്ന ഇവരാരും ന്യൂജൻ അല്ല, 35, 36, 37 വയസ്സായവരാണ്. ഇവരെയൊന്നും ന്യൂജൻ എന്നൊന്നും വിളിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും ഇവർ ഇപ്പോഴും ന്യൂജൻ ആയിരിക്കുന്നത് കൊണ്ട്, സിനിമാ നടികളായതുകൊണ്ട് നമുക്ക് അവരെ അങ്ങനെ പറയാം. ഇവരൊക്കെ മുമ്പ് സിനിമയിൽ വന്ന പലരുമുണ്ട്. ശാരദ, ഷീല, ജയഭാരതി, നമ്മുടെ പല നായികമാരും, പേരിപ്പോ വിട്ടുപോവാണ്, പല നായിക. ഇവരൊക്കെ എന്തുകൊണ്ടൊരു പരാതി ഇതുവരെ പറഞ്ഞിട്ടില്ല? അതൊരു ന്യായമല്ല. അവര് പരാതി പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നത്. പരാതി പറയാം, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ തന്നെ നേടിയെടുക്കണം. നമുക്ക് ബാത്റൂം ഇല്ലെങ്കിൽ നമ്മൾ അത് നേടിയെടുക്കണം. നമുക്കൊരു പുരുഷനിൽ നിന്ന് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, അതല്ല പറയുന്നത് അവരാരും പൈസ ചെലവാക്കി ബാത്റൂം കെട്ടണമെന്നോ, അതല്ല. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അവനവന് കഴിവുണ്ടായിരിക്കണം. അല്ലാതെ അത് മറ്റുള്ളവരെ കൊണ്ട് മറ്റുള്ളവരുടെ ഇപ്പൊ ഞാനൊരു ആവശ്യം പറയുമ്പോൾ അത് എൻ്റെ MD ഗൗതമാണ് എങ്കിൽ അത് ചെയ്തു തരാൻ ഗൗതമിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കടമ എനിക്കാണ്. അത് മൂന്നാമതൊരാൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ പ്രതിഷേധിക്കണം. ആ പ്രതിഷേധം എങ്ങനെയാണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അല്ലാതെ ഇതുപോലെ മറ്റെന്തെങ്കിലും ഉദ്ദേശം വച്ച് ലക്ഷ്യം വെച്ച് വരുന്നവരുടെ കെണിയിൽ വീഴുകയല്ല വേണ്ടത്. ശരിയാണ്, സ്ത്രീക്ക് ഏറ്റവും അത്യാവശ്യം അവൾക്ക് വസ്ത്രം മാറാൻ ഒരു സ്വകാര്യമായ ഇടം, അവൾക്ക് ബാത്റൂമിൽ പോകാൻ സ്വകാര്യമായ ഒരിടം, ഇതൊക്കെ അത്യാവശ്യമാണ്, അല്ല എന്ന് പറയുന്നില്ല. സംഘടനയുടെ സിനിമയിൽ അമ്മ പോലുള്ള ഒരു സംഘടന നിർവഹിക്കേണ്ട ഒരു ചുമതല, അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ വീട് വെച്ച് നൽകുന്നുണ്ട്. മറ്റു പല ഇൻഷുറൻസ് പദ്ധതികളൊക്കെ അവരുടെ ഭാഗമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ. ഒപ്പം തന്നെ സിനിമാ മേഖലയിൽ, സിനിമാ സൈറ്റുകളിൽ ഈ പ്രവർത്തകർ, ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടിമാരടക്കമുള്ള പ്രവർത്തകർ നേരിടുന്ന പല വെല്ലുവിളികളുണ്ട്. ഈ വെല്ലുവിളികൾ അവർ സംഘടനയ്ക്ക് മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള ഇന്ന ഡേറ്റിൽ പരിഹാരം കണ്ടിരിക്കും തുടങ്ങിയ രീതിയിലുള്ളൊരു കാര്യമാണ് വേണ്ടത്. അത് ഇതുവരെ നടന്നിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിരുന്നുകൊണ്ട് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് പറഞ്ഞതുകൊണ്ടോ പൊതുവേദികളിൽ പറഞ്ഞതുകൊണ്ടോ ഇതിന് പരിഹാരമില്ല. നമ്മൾ പ്രതിഷേധിച്ച് അത് സമരം ചെയ്യണം. തീർച്ചയായിട്ടും സമരം ചെയ്തേ നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും സമരം ചെയ്ത് തന്നെ നേടിയെടുക്കണം. ഒരു വർഷം 500-ലേറെ സിനിമ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാള ഇൻഡസ്ട്രി. അവിടെ എല്ലാം അമ്മ സംഘടനയ്ക്ക് പോയിട്ട് ബാത്റൂം ഉണ്ടോ, കുളിക്കടവുണ്ടോ, തുണിമാറാൻ സ്ഥലമുണ്ടോ എന്ന് അന്വേഷിക്കാൻ കഴിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, തിലകനെ നമുക്ക് ഓർമ്മയുണ്ട്. തിലകൻ എന്താണ് സംഭവിച്ചത്? അമ്മയ്ക്ക് നേരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ പല സിനിമകളിൽ നിന്നും തിലകൻ എന്ന് പറയുന്ന അതുല്യനായ നടനെ വിലക്കി. അപ്പൊ ഈ ഭയം അവർക്കുണ്ട്. അങ്ങനെ ഭയമുള്ള ഒരു സമരം ചെയ്യേണ്ട, ബാത്റൂമിൽ പോകണ്ട, പിടിച്ചു വെച്ചോണ്ട് നിൽക്കട്ടെ. എല്ലാം വേണമെന്നാനും പിന്നോട്ടൊന്നും ചെയ്യാനും വയ്യാന്ന് പറയുമ്പോൾ ഇത് അംഗീകരിക്കാൻ കഴിയില്ല.